ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8 ഗണിത പ്രകാശിലെ ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദി റിമൈനിങ് ആംഗിൾസ് ഇൻ ദ ഫോളോയിങ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററലിനെ നോക്കുക. അതിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇത് എന്ത് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും? റോംബസ്. എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് ഓൾ ദ സൈഡ്സ് have the same length is a rhombus. അപ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററലിൻ്റെ പേര് എഴുതി വയ്ക്കുക. AEIO is a rhombus. ഇനി നമുക്ക് ഒരു ആംഗിളിൻ്റെ മെഷർ തന്നിട്ടുണ്ട്. അത് എഴുതാം. ഗിവൺ ആംഗിൾ AEO is equal to 20 ഡിഗ്രി. ഇനി നമ്മുടെ ഫിഗറിൽ നോക്കി, OE എന്ന് പറയുന്നത് ഒരു ഡയഗണൽ ആണല്ലേ. ഈ റോംബസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ ഡയഗണൽസ് അതിൻ്റെ ആംഗിൾസിനെ ബൈസെക്റ്റ് ചെയ്യും. അതായത് ആംഗിൾ ഇനെയും ആംഗിൾ OEനെയും ഈ OE എന്ന് പറയുന്ന ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യും. അതായത് ഇത് ഇവിടെ വരുന്ന ആംഗിളിലെ അതും 20 ഡിഗ്രി തന്നെയായിരിക്കും. ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് മുറിക്കും. അപ്പോൾ അതെഴുതാം. ആംഗിൾ IEO ഈക്വൽ ടു ആംഗിൾ AEO ഈക്വൽ ടു 20 ഡിഗ്രി. ഇതിൻ്റെ റീസൺ എഴുതാം. ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് bisect its angles. ഓക്കെ, ഇനി ഇപ്പം ഇവിടെ ടുഗദർ അതിൻ്റെ മെഷർ എന്തായിരിക്കും? 20 ഡിഗ്രി പ്ലസ് 20 ഡിഗ്രി 40 ഡിഗ്രി. അപ്പോൾ നമുക്കത് എഴുതി വയ്ക്കാം. ആംഗിൾ AEI, therefore ആംഗിൾ AEI is equal to 40 ഡിഗ്രി. ഇനി ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും നോക്കിയേ? ഇതും ഓപ്പോസിറ്റ് അല്ലേ? ഈ AEIയും IOAയും ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ അതെഴുതാം. ആംഗിൾ AOI, IOAനും AOAനും എല്ലാം സെയിം പറയാം കേട്ടോ. ഈക്വൽ ടു ആംഗിൾ AEI ഈക്വൽ ടു 40 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഈ AOAയുടെ മെഷർ നമുക്ക് കിട്ടി 40 ഡിഗ്രി. ഇനി അതും എയും എന്തായിരിക്കും? അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ AOI പ്ലസ് ആംഗിൾ A ഇസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. അഡ്ജസൻ്റ് ആംഗിൾസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി. അപ്പോൾ AOAയുടെ മെഷർ നമുക്കറിയാം 40 ഡിഗ്രി പ്ലസ് ആംഗിൾ A ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയുടെ മെഷർ എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി ഈക്വൽ ടു 140 ഡിഗ്രി. ഇനി ആംഗിൾ I എന്തായിരിക്കും? അതും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ മെഷറും ആംഗിൾ എയുടെ മെഷറും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ I ഇസ് ഈക്വൽ ടു ആംഗിൾ A ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമ്മൾ എല്ലാ ആംഗിൾസിൻ്റെ മെഷറും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഓൾ ദി അതർ ആംഗിൾസ് ഇൻസൈഡ് ദ ഫോളോയിങ് റെക്റ്റാങ്കിൾ. നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് ABCD. ഇവിടെ നമുക്കൊരു 30 ഡിഗ്രി എന്നുള്ള ഒരു ആംഗിൾ മെഷർ മാത്രമാണ് തന്നിട്ടുള്ളത്. ഇനി ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് O എന്നിട്ട് കൊടുക്കുക. ഇനി ഈ OAB എന്നുള്ള ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിനെ മാത്രമായിട്ട് ഒരു ട്രയാങ്കിളായിട്ട് ഒരു ഫിഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ OABയുടെ സ്പെഷ്യാലിറ്റി നോക്കിയേ, ഇതിൻ്റെ ഈ സൈഡും ഈക്വൽ ആണ്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. എങ്കിൽ അതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇനി ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം, ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് ഈ സൈഡാണല്ലേ ബേസ്. അപ്പോൾ ബേസിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം. ഗിവൺ ആംഗിൾ OAB, തന്നിരിക്കുന്ന ആംഗിൾ OAB എന്ന് എഴുതാം 30 ഡിഗ്രി. ഇനി ട്രയാങ്കിൾ OAB ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് എഴുതി വയ്ക്കുക. ട്രയാങ്കിൾ OAB ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്, അതായത് ആംഗിൾ OBA, ഫിഗറിൽ നോക്കാം. ആംഗിൾ OBA ഈക്വൽ ടു ആംഗിൾ OAB ഈക്വൽ ടു 30 ഡിഗ്രി. എന്തായിരിക്കും കാര്യം? ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പോഴും റീസൺ എഴുതണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ OAB എന്നുള്ള ട്രയാങ്കിൾ തന്നെ നോക്കാം.
അവിടെ ഈ ആംഗിൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആംഗിൾസും പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അത് യൂസ് ചെയ്യും. അപ്പോൾ ആംഗിൾ AOB നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ പ്ലസ്, ഇനി നമുക്ക് 30° മറ്റേ രണ്ട് ആംഗിൾസിൻ്റെ മെഷർ അറിയാം, 30° അത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. 30° + 30° = 180° ആംഗിൾസും പ്രോപ്പർട്ടി. ഇനി അതിന്ന് ആംഗിൾ AOB ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 60° = 180°. ആംഗിൾ AOB = 120°. അപ്പോൾ നമുക്ക് ഈ മെഷർ കിട്ടി 120°. ഇതിൻ്റെ മെഷർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 30°. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇത് ഇവിടെ നോക്കിക്കേ, ഈ COB, ഓക്കെ, ആംഗിൾ AOBയും ആംഗിൾ COBയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ആംഗിൾ AOBയും ആംഗിൾ COBയും അവരുടെ സം എന്ന് പറയുന്നത് 180° ആണ്. അവരെന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ ലീനിയർ പെയർ എഴുതി വയ്ക്കാം. അപ്പോൾ AOBയുടെ മെഷർ നമുക്കറിയാം 120° പ്ലസ് ആംഗിൾ COB = 180°. ആംഗിൾ COB = 180° 120° സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 60°. ഇവിടുത്തെ മെഷർ കിട്ടി 60°. ഇനി ഈ COB എന്നുള്ള ട്രയാങ്കിൾ നോക്കിക്കേ, അതിൻ്റെയും ഈ സൈഡ് ഈക്വലാണ്, ഈ സൈഡ് ഈക്വലാണ്. അപ്പോൾ അതിൻ്റെയും ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്ന് നമുക്കൊരു എക്സ് ഇട്ട് കൊടുക്കാം. എക്സ് ഈക്വൽ ആയതുകൊണ്ട് രണ്ടിനും എക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. ഇൻ ട്രയാങ്കിൾ COB, അതെന്ത് ട്രയാങ്കിളാണ്? ഐസോസെലസ് ട്രയാങ്കിളാണ്. COB എക്സ് പ്ലസ് 60°, ആംഗിൾ COB അതാണ് 60°, = 180°. എന്തിട്ടാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പോൾ 2x + 60° = 180°. അതിൽ നമുക്ക് 2x = 120°, x = 120°/2 = 60°. അപ്പോൾ അതിലെ എല്ലാ ആംഗിളിൻ്റെ മെഷർ നമുക്ക് കിട്ടി 60°. ഇത് വന്നിട്ട് 60°. ഇനി ആംഗിൾ COD നോക്കുക. ആംഗിൾ COD ഇത് ഈ ഫിഗറിൽ നോക്കിയത്, ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് ആംഗിൾ COD. അതും ഈ AOBയും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ അതിൻ്റെ മെഷർ എന്തായിരിക്കും? 120°. ഇനി ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നോക്കുക. ഇത് കണ്ടോ, ഇവിടെയും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ മെഷറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ആംഗിൾസും പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ആ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് AODയുടെ മെഷറും കണ്ടുപിടിക്കാം. AODയുടെ ഇവിടുത്തെ മെഷർ, ആംഗിൾ AODയുടെ മെഷർ ഇതെന്തായിരിക്കും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ഇത് 60°. ഇനി ഇവിടെ നമുക്കതിൻ്റെ സെഡ് ഇട്ട് കൊടുക്കാം. ഇവിടെയും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ളൊരു ട്രയാങ്കിളാണ്. അതുകൊണ്ട് അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതും ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയും ആംഗിൾ സം പ്രോപ്പർട്ടിയും യൂസ് ചെയ്തിട്ട് അതിൻ്റെ മെഷർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അത് സെയിം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഫൈൻഡ് ദി റിമൈനിങ് ആംഗിൾസ് ഇൻ ദ ഫോളോയിങ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, PQRS. ആ ഫിഗർ നന്നായിട്ട് നോക്കുക. ഇവിടെ PQSR, അതായത് എന്താണ്? PQ is parallel to SR. അതേപോലെ PS സെയിം സിമ്പിളാണ് അല്ലേ? അതാണ് പിന്നെ ഈ ആരോ സിമ്പിൾ ഇടുന്നത് പാരലലിനാണ്. അപ്പം ഇവിടെ PS is parallel to QR. അപ്പോൾ നമുക്കത് എഴുതാം. ഗിവൺ PQ parallel to SR and PS parallel to QR. അപ്പം അതിൽ നിന്ന് എന്താണ്? therefore PQRS is a parallelogram. ഇനി നമുക്ക് ആംഗിൾ പിയുടെ മെഷർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിക്കുക. ഗിവൻ ആംഗിൾ P is equal to 110°. ഇനി ആംഗിൾ പിയും 110° ആണ്. അപ്പോൾ ആംഗിൾ ആറിൻ്റെ മെഷർ എന്തായിരിക്കും? 110° തന്നെ. എന്താ കാര്യം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇൻ എ പാരലോഗ്രാം. അപ്പം ആംഗിൾ R is equal to ആംഗിൾ P is equal to 110°. എന്താണ് എഴുതേണ്ടത്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ആംഗിൾ പിയും ആംഗിൾ ക്യൂവും നോക്കുക. അവരെന്താണ്? അഡ്ജസൻ്റ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ is equal to 180°. അതിൻ്റെ റീസൺ എന്താ എഴുതുക? അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി, അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആംഗിൾസ് ആഡ് അപ്പ് ടു
180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പിയുടെ മെഷർ അറിയാം 110 ഡിഗ്രി പ്ലസ് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഇനി ആംഗിൾ ക്യൂവിൻ്റെ മെഷർ കിട്ടി 70 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എസ് എന്തായിരിക്കും? അതും 70 ഡിഗ്രി. എന്താ കാര്യം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ അത് എഴുതി വയ്ക്കുക. ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. Find all the sides and the angles of a quadrilateral obtained by joining two equilateral triangles with the side 4 cm. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ജോയിൻ ചെയ്തിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ രണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ഇനി അവരെ മെഷേഴ്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ കൊണ്ട് എഴുതുമ്പോൾ ആകെ കൂടി കൺജസ്റ്റഡ് ആവും, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഇനി നമുക്ക് ആ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ക്വാഡ്രിലാറ്ററലിന് ഒരു പേര് കൊടുക്കാം. PQRS. ഇനി നമുക്കറിയാമല്ലോ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആണ്, അതുപോലെ എല്ലാ ആംഗിളിൻ്റെ മെഷർ 60 ഡിഗ്രിയാണ്. അതൊക്കെ എഴുതി വയ്ക്കാം. ഇനി ലെങ്ത് ഓഫ് ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് PQ ഈക്വൽ ടു QR ഈക്വൽ ടു RS ഈക്വൽ ടു SP ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ സൈഡിൻ്റെ ലെങ്ത് നമ്മൾ എഴുതി കഴിഞ്ഞു പുതിയ ക്വാഡ്രിലാറ്ററലിൻ്റെ. ഇനി നമുക്കറിയാം എല്ലാ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെ മെഷർ 60 ഡിഗ്രിയാണ്. അപ്പോൾ അത് നമുക്ക് ഫിഗറിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇനി അതുപോലെ താഴത്തെ ട്രയാങ്കിളും എല്ലാ ആംഗിളിനും 60 ഡിഗ്രി കൊടുക്കുക. അപ്പോൾ ഫിഗറിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആംഗിൾ പിയുടെ മെഷറും ആംഗിൾ ആറിൻ്റെ മെഷറും 60 ഡിഗ്രി തന്നെയാണ്. ഇനി ആംഗിൾ PQR, ഈ ആംഗിൾ കേട്ടോ, ഇവിടെ എന്താണ് രണ്ട് 60 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി. ആ ആംഗിളിൻ്റെ മെഷർ 120 ഡിഗ്രി. ഇതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ആംഗിൾ PSR ഈക്വൽ ടു 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.